സോ ഹായ് ഓൾ, നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കോട്ടയത്തെ സസ്റ്റൈനബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനെ പറ്റി കാണാനും അതിൽ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് കാണിക്കാനാണ്. അപ്പം നമ്മുടെ സൊസൈറ്റിയിൽ സസ്റ്റൈനബിൾ ആയിട്ട് സോൾവ് ചെയ്യേണ്ട കുറേ ഇഷ്യൂസ് ഉണ്ട്. അതിൽ കുറേയൊക്കെ ടൈസ് സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു ഇനീഷ്യേറ്റീവ് എന്ന നിലയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് ടൈസ്. അപ്പോൾ ടൈസ് എന്താണെന്നും ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും നമുക്ക് നോക്കാം. ടൈസ് ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസസിൻ്റെ ചുരുക്കരൂപമാണ് ടൈസ് 2004 ഞങ്ങളിങ്ങനെ ഏതാനും കോളേജ് അധ്യാപകർക്ക് 9 കോളേജ് അധ്യാപകർക്ക് തോന്നിയൊരാശയമാണ്. ടൈസിൻ്റെ പ്രധാനപ്പെട്ട ആശയം അത് തന്നെയാണ്. അതായത് നമ്മൾ പറയാറുണ്ട് ടൈസ് മൈൻഡ് ആൻഡ് നേച്ചർ എന്നാണ് പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സിനെയും പ്രകൃതിയെയും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തെ എങ്ങനെ കൂടുതൽ പ്രകൃതി സൗഹൃദമാക്കാം, അതിലൂടെ എങ്ങനെ നമുക്ക് ആരോഗ്യമായിട്ട് ജീവിക്കാം. മനസ്സിലായില്ല? ഇപ്പം നിങ്ങളിപ്പോൾ ഈ ബിൽഡിംഗ് ഒക്കെ പണിതിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാവും, ഇതെല്ലാം റീയൂസ്ഡ് മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 80% വരെ എന്ന് വെച്ചാൽ കട്ട പുതുതായിട്ട് മേടിച്ചിട്ടുണ്ടാകും, ഇഷ്ടിക അല്ലെങ്കിൽ കരിങ്കൽ കുറേ കൂടുതൽ പുതുതായിട്ട് മേടിച്ചിട്ടുണ്ടാകും, കമ്പി കുറച്ച് മേടിച്ചിട്ടുണ്ടാകും, ബാക്കി എല്ലാ സാധനം ഓട് സിമെൻറ്റ് പുത്തനാണ് മേടിച്ചിരിക്കുന്നത്. മറ്റേ മെറ്റൽ പഴയതാണ് ഒരു പങ്ക്, കരിങ്കലിൻ്റെ അകത്തൊരു നല്ല പങ്ക് പഴയതാണ്, വേറെ വീട് പൊളിക്കുന്നിടത്ത് നോക്കി പറിക്കൊണ്ട് വരുന്നത്. അപ്പം നമ്മൾ 2 കാര്യങ്ങൾ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയത്. ഒന്ന്, റീയൂസ് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കോസ്റ്റ് കുറഞ്ഞു ഒരു സൈഡിൽ. 2, നമ്മൾ നാച്ചുറൽ റിസോഴ്സസിന് അത്രേ ഉപയോഗിച്ചിട്ടുള്ളൂ. അല്ലെ നമ്മൾ ഇതെല്ലാം ഫ്രഷ് ആയിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തുമാത്രം ഉപയോഗിക്കും. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം ഇവിടെ ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഇത് സത്യം പറഞ്ഞാൽ ആൾക്കാരുടെ റെസ്പോൺസ് ഒന്നും നമ്മളങ്ങനെ മെഷർ ചെയ്യാനൊന്നും ഇതുവരെ പോയിട്ടില്ല. നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഞങ്ങളാരും ഇത് എല്ലാവരും കോളേജ് അധ്യാപകരാണ്. ഇപ്പോൾ എല്ലാവരും തന്നെ റിട്ടയറായി. ഞാൻ കഴിഞ്ഞ മുമ്പിലത്തെ വർഷം റിട്ടയറായി. അപ്പം ഞങ്ങൾക്കൊക്കെ പെൻഷനും ഞങ്ങൾക്ക് വേറെ റവന്യൂ ഉള്ളവരാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒരു പൈസ ഞങ്ങൾ എടുക്കുന്നില്ല. ഞങ്ങൾ പ്രോഫിറ്റ് അല്ല, ഞങ്ങളൊന്നും മേടിക്കുന്നില്ല. ഞങ്ങളിവിടെ വന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നു, വൈകുന്നേരം വരെ ഇതുപോലെ പലരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു. അതാണ് നമ്മുടെ പാഷൻ. അപ്പം നമ്മുടെ ഒരു ചാരിറ്റിയാണ്, മനസ്സിലായി? അപ്പോൾ ചാരിറ്റി മാത്രമല്ല, നമ്മളൊരു പാഷനേറ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുമ്പം നമുക്കതിൻ്റെ റിസൾട്ടിലാണ് നമ്മളുടെ ശ്രദ്ധ എപ്പോഴും. അല്ലാതെ ഇതിനകത്ത് നമുക്ക് ഇത്ര പൈസ ഉണ്ടാക്കണമെന്നോ നമുക്കൊന്നുമില്ല. നമുക്ക് 10-40 സ്റ്റാഫുണ്ട്, പക്ഷെ അവർക്ക് സാലറി കൃത്യമായിട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ ഡെയിലി ബേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഹണി. മാർക്കറ്റിൽ ലഭിക്കുന്ന 90% ഹണിയും എത്രത്തോളം പ്യുവർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെയാണ് ടൈസിൻ്റെ ഹണി കൾച്ചർ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. ഇൻകം ജനറേഷനിലും അതോടൊപ്പം കൂടെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലും അത് സഹായിക്കുന്നു. അപ്പം നമ്മുടെ ടൈസിൻ്റെ ഹണി കൾച്ചർ നോക്കാം. ഹണിയുണ്ട്, പിന്നെ ബയോ പെസ്റ്റിസൈഡ്സ് ഉണ്ട്, പിന്നെ കൂണുണ്ട്, മഷ്റൂം ഉണ്ട്, അങ്ങനെ കുറേ 100-ലധികം പ്രോഡക്ട്സ്. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഞങ്ങളുടെയൊരു അത് റിലേറ്റഡ് ആയിട്ട് ചോദ്യം ചോദിക്കാം. ഇതിൻ്റെ പ്രൊമോഷനും സെയിൽസിനെ അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും? സത്യം പറഞ്ഞാൽ ഞങ്ങൾ അതിന് അഡ്വർടൈസ്മെൻ്റ് ഇല്ല. ഞങ്ങൾക്ക് പുറത്ത് ഔട്ട്സൈഡ് സെയിൽസ് കൗണ്ടറില്ല, ഒറ്റ സ്ഥലമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പുണ്ട്. ഈ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു കമ്പനിയുണ്ട്, വൺ ഹെൽത്ത് ഇക്കോ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ. ആ കമ്പനിക്ക് വെബ്സൈറ്റ് ഉണ്ട്. ആ കമ്പനിയുടെ അതിൻ്റെ അകത്ത് പ്രോഡക്റ്റ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ട് ആളുകൾ പർച്ചേസ് ചെയ്യുന്നു. ഓൺലൈൻ സ്റ്റോറുണ്ട് നമുക്ക്. പിന്നെ നമ്മുടെ ചില പ്രോഡക്ട്സൊക്കെ നമ്മൾ ആമസോണിൽ എത്തിച്ചിട്ടുണ്ട്, മനസ്സിലായി? പക്ഷേ സത്യം പറഞ്ഞാൽ അതിൽ കൂടുതൽ നമുക്ക് സെയിൽ കിട്ടുന്നത് മൗത്ത് ടു മൗത്ത് അഡ്വർടൈസ്മെൻറ്റിൽ. തേനീച്ചയുടെ നമ്മുടെ പ്രോജക്റ്റിന് പേര് ബീസ് ഫോർ ലൈഫ് ഉണ്ടാവും. ബീസ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവന് വേണ്ടിയാണ്. കാരണം തേനീച്ചകൾ വലിയ സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ്. തേനീച്ചകളില്ലെങ്കിൽ 5 കൊല്ലം കൊണ്ട് ലോകത്തിൽ ജീവൻ ഉണ്ടാവില്ല എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? കാരണം തേനീച്ചകളാണ് നമ്മൾക്കുള്ള കാർഷിക വിളകൾ. ഏകദേശം 1000-ഓളം കാർഷിക വിളകൾ നമുക്കുണ്ട് ലോകത്തെമ്പാടുമായിട്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഈ ഓരോ വിളയെയും, കാർഷിക വിളയെയും അതിൻ്റെ പരാഗണം നടത്തിയതിൽ 80% വിളകളും പരാഗണം നടത്തുന്ന തേനീച്ചകൾ. അപ്പോൾ തേനീച്ചകളില്ല ഈ വിളകളില്ല എന്നതിൻ്റെ അർത്ഥം. തേനീച്ചകളില്ല കാട്ടിൽ മരങ്ങളില്ല, തേനീച്ചകളില്ല നമ്മുടെ ഇവിടുത്തെ പല പൂക്കളുമില്ല. അപ്പോൾ ഇവരുണ്ടെങ്കിൽ ആ ചെടിയുള്ളൂ. അപ്പോൾ അത് ബയോഡൈവേഴ്സിറ്റി എൻറിച്ച്മെൻ്റ് എന്ന് പറയുന്നത് വലിയ സർവീസ് ചെയ്യും. 2 തേനീച്ചകൾ വലിയ റവന്യൂ ആണ്. പ്രത്യേകിച്ച് വലിയ എഫേർട്ട് ഇല്ലാതെ, ലേബർ ഇല്ലാതെ ചെറിയ മുതൽ മുടക്കിൽ ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് തേനീച്ച എന്ന് പറയുന്നത്. തേനെന്ന് പറയുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫുഡ് മാത്രമല്ല, ഇറ്റ്സ് എ മെഡിസിൻ, അല്ലേ? മെഡിസിൻ കൂടിയാണ്. അതിന് നമ്മൾ പറയുന്ന പേര് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്നാണ്. ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട്, മെഡിസിനൽ വാല്യൂ ഉണ്ട്. മെഡിസിനൽ വാല്യൂ ഇസ് അതർവൈസ് കോൾഡ് ഫാർമസ്യൂട്ടിക്കൽ. അതുകൊണ്ടാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ. നമുക്ക് 3 സ്കീമാണ് ബീസ് ഫോർ ലൈഫിൽ. ഒന്ന്,
ഞങ്ങൾ തന്നെ ഒരാളുടെ സ്ഥലം നിങ്ങളുടെ റബ്ബർ തോട്ടം തേനീച്ചപ്പെട്ടി വെച്ചോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ കൊണ്ടുവയ്ക്കും. വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം ഒരു പെട്ടിക്ക് 2 കിലോ തേൻ എന്നുള്ള കണക്കിന് റെൻറ്റ് തരും. സ്പേസ് മാത്രം അവിടെ വെച്ച് ഒതുങ്ങി വെച്ച് പോകും. നമ്മൾ വേണ്ട പരിചരണങ്ങളെല്ലാം ചെയ്യും. ഇതാണ് ഒരു സ്കീം. അപ്പോൾ ഉടമയ്ക്ക് ചുമ്മാ തേൻ കിട്ടും, അത് വിൽക്കാം. ബാക്കി തേൻ ഞങ്ങൾ എടുത്തോളൂ. വിൽക്കും. രണ്ടാമത്തെ പരിപാടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് തേൻ ഞങ്ങളിൽ നിന്ന് പെട്ടിയോടെ പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ പരിപാലിക്കാം. പരിപാലിച്ചിട്ട് കിട്ടുന്ന ഈൽഡ് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ തന്നാൽ മതി, ഞങ്ങൾ തിരിച്ചിടും. അപ്പോൾ മൂന്നാമത്തെ സ്കീം എന്ന് പറയുന്നത് ഒരു നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവർക്ക് അവർക്കൊരു ലൈവ്ലിഹുഡ് ഓപ്ഷൻ എന്നുള്ള നിലയിൽ നമ്മൾ 10 തേനീച്ചപ്പെട്ടി ഫ്രീ ആയിട്ട് വീട്ടിൽ കൊടുത്തു. അപ്പോൾ അത് സാധാരണ ഇത് ഇപ്പം കൊടുത്തിരിക്കുന്ന ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള സ്ത്രീ കൊടുക്കുന്നില്ല. ചില വിധവയായിട്ട് 2 പെൺകുട്ടികളായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന വേറെ വരുമാനമില്ലാത്ത സ്ത്രീകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ ആവശ്യമുള്ളവർക്ക് മാത്രം, അവർക്ക് താല്പര്യം വേണമല്ലോ, തേനീച്ച നമുക്ക് കൈകാര്യം ചെയ്യാൻ മനസ്സൂടെ വേണം. അതുള്ളവർക്ക്, അതിനുള്ള ആരോഗ്യമുള്ളവർക്ക് നമ്മൾ കൊടുക്കും. അപ്പോൾ അങ്ങനെ 10 പെട്ടി വെച്ച് കൊടുക്കും. അവരെ നമ്മൾ 1 കൊല്ലം പരിശീലിപ്പിക്കും. എല്ലാ ആഴ്ചയിലും ചെന്ന് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കും. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. തേൻ എടുക്കാൻ പരിശീലിപ്പിക്കും, ഡിവൈഡ് ചെയ്യാൻ പരിശീലിപ്പിക്കും. അവസാനം ആ തേൻ എടുത്തിട്ട് അവർക്ക് വിൽക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ ആ പ്രൈസ് കൊടുത്ത് ഞങ്ങൾ തേൻ മേടിക്കും, പ്രൈസ് കൊടുക്കും അവർക്ക്. ഓക്കെ, അപ്പം ഫൈനലായിട്ട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്നാമത്തത് 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിനെ കുറിച്ച്. അത് എങ്ങനെയാണ് തുടങ്ങിയത്, അതിലോട്ട് എങ്ങനെ എത്തിയമെന്ന്, അതിൻ്റെ ഒരു മോട്ടീവ് എന്താ, പിന്നെ ആൾക്കാരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? 4 മണിക്കാറ്റ് 2011 നമ്മൾ പ്രോജക്റ്റ് എന്ന രൂപത്തിൽ ലോഞ്ച് ചെയ്തത്. പക്ഷേ 2010 അതിൻ്റെയൊക്കെയുള്ള ആശയങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. എന്ന് വെച്ചാൽ ആ റോഡ് അന്ന് ബൈപ്പാസ് റോഡെന്ന് പറയുന്ന മണ്ണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡെന്ന് പറയുന്നത് 2006 നിലവിൽ വന്നത്. 2010 ആയതോടുകൂടി ഇരുവശത്തും കാടെല്ലാം വളർന്നിട്ട് നിറയെ മാലിന്യങ്ങൾ കൊണ്ടിടുന്ന ഒരു പ്രതിഭാസം ഉണ്ടായി. അത് സമീപ പ്രദേശത്തു നിന്നുള്ള അറവശാല മാലിന്യങ്ങൾ വരെ എത്താൻ തുടങ്ങി. വഴി നടക്കാൻ പറ്റുന്നില്ല. അവിടെ വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ടും സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ശല്യം രാത്രികാലങ്ങളിൽ അവിടെ ഉണ്ടായി. വാഹനങ്ങളിൽ പോലും അവിടെ അമിത വേഗതയിൽ ഓടിച്ചു പോകുന്ന പ്രതിഭാസം പേടിച്ചിട്ട് അങ്ങനെ വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഇങ്ങനെ നാട്ടുകാരെല്ലാം വിളിച്ചുകൊണ്ട് ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വൃത്തിയാക്കിയ ഒരു മാസം കഴിയുമ്പോൾ ഈ പഴയ പോലെ ഈ സാധനമെല്ലാം വരാൻ തുടങ്ങി. ഇത്തരം കാര്യങ്ങളൊന്ന് പുനഃസൃഷ്ടിക്കുകയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 4 മണിക്ക് പ്രായമുള്ളവർക്ക് അവിടെ വന്നിട്ട് വർത്തമാനം പറയുന്നു. അപ്പോൾ അവർക്ക് ഇരിക്കാൻ കുറേ ബെഞ്ച് പണിയണമെന്ന് ഞാൻ തീരുമാനിച്ചു. അന്നേരം ചുക്കുകാപ്പിയും കുമ്പിളോട് കൊടുക്കാം എന്ന് തീരുമാനിച്ചു. അന്നേരം ഒരു സ്റ്റാൾ തുടങ്ങാൻ തീരുമാനിച്ചു. പക്ഷെ അന്ന് നമ്മുടെ MLA ആയിരുന്നു വാസവൻ സാർ വന്നു. പുള്ളി വന്നപ്പോൾ പുള്ളി ആശയത്തെ ഇച്ചിരി ഒന്ന് പൊടിപ്പിച്ചു. പുള്ളി പറഞ്ഞു അതുപോലെ നമുക്ക് പറ്റാവുന്നത്ര ആളുകൾ കട തുറക്കട്ടെ. അങ്ങനെ നാടൻ ഐറ്റങ്ങളുടെ ഒരു കടകൾ തുടങ്ങാൻ തീരുമാനിച്ചു. ഡിസ്പോസിബിൾസ് പാടില്ലാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു കോൺസെപ്ച്വൽ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം 4 മണിക്ക് നാട്ടുകാർക്ക് കാറ്റ് കൊള്ളാൻ ഇടം എന്ന പേര് 4 മണിക്കാറ്റെന്നുള്ള പേര് ഞാൻ നിർദ്ദേശിച്ചു. അത് പെട്ടെന്ന് ക്ലിക്കായി. ആ പേരിനൊരു പ്രത്യേക സൗന്ദര്യം കാച്ചിങ് ആണ്. അത് പെട്ടെന്ന് ക്ലിക്കായി. 2011 ജനുവരി 13 ഉദ്ഘാടനം. അന്നത്തെ ആഭ്യന്തര ടൂറിസം മന്ത്രിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ സാറാണ്. വാസവൻ MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ കളക്ടർ, അങ്ങനെ ഒത്തിരി പ്രമുഖരുണ്ടായിരുന്നു. ആ ഇനാഗുറൽ ചടങ്ങ് തൊട്ട് നാഷണൽ TV ഉൾപ്പെടെ NDTV പോലുള്ള ചാനലുകൾ ഉൾപ്പെടെ അത് കവർ ചെയ്തു. കാരണം ഇന്ത്യ എന്നല്ലപ്പോൾ അങ്ങനെ വഴിയുടെ ഒരു സൈഡിൽ ഇങ്ങനത്തെ ഒരു പരിപാടി. അപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൽ മാത്രമാണ് അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നത്. അവരാണ് കച്ചവടം നടത്തുന്നത്, അവരാണ് അവിടെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ സ്പേസിന് നമ്മൾ കൊടുത്ത എൻഗേജ്മെൻറ്റിനെ പല തലങ്ങളിലേക്ക് എൻഗേജഡായി. മറ്റ് കച്ചവടങ്ങൾ അനുവദിക്കാതാക്കി. അതിനിടയ്ക്ക് കേസുകളുണ്ടായി. ഇവരിവിടെ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. ഞങ്ങളൊരു റെസിഡൻസ് അസോസിയേഷൻ ഫോം ചെയ്തിട്ട് അത് നടത്തുന്നു. അസോസിയേഷനെതിരെ കേസ് വന്നു. പക്ഷേ അന്നേരമാണ് കേരള സ്റ്റേറ്റിൻ്റെ മോസ്റ്റ് ഇന്നോവേറ്റീവ് ടൂറിസം പ്രോജക്റ്റ് അവാർഡ് കിട്ടി 2012-13. ഉടനെ കോടതി കേസ് നടക്കുന്ന സമയത്താണ് നമ്മൾ കോടതിയിൽ ആ അവാർഡ് ഹാജരാക്കി. ഉടനെ കോടതി പറഞ്ഞു ഗവൺമെൻറ്റൊക്കെ അവാർഡ് കൊടുക്കുന്ന പരിപാടിയാണ്, അങ്ങനെ പൂട്ടണ്ട, നിങ്ങൾ കണ്ടീഷണലായിട്ട് നടത്താം. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് PW റോഡിൻ്റെ സൈഡിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഞങ്ങൾ എഗ്രിമെൻറ്റ് വെച്ചു. ഓൺലി വൺ സിംഗിൾ എഗ്രിമെൻറ്റ് ഇൻ ഇന്ത്യ. അതാണ് നമ്മുടെ ഈ എഗ്രിമെൻറ്റ് ഗുണം. വേറെ എങ്ങും കൊടുക്കാനും പറ്റത്തില്ല, കൊടുത്തിട്ടില്ല. മനസ്സിലായി. PW ആക്ട് അനുസരിച്ച് PW റോഡിൻ്റെ സൈഡിൽ ഒന്നും നടക്കുക, ഒരു ബോർഡ് പോലും വെക്കാൻ പറ്റത്തില്ല. അതാണ് ഇത് മാത്രമേ. 2022 അവർ 2022 അവർ പറഞ്ഞു ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ് എന്ന് പറഞ്ഞു വഴിയോര തട്ടുകടകളെ നല്ല ഹൈജീനിക് ആക്കാനും സാനിറ്റേഷൻ ഉണ്ടാക്കാനും നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു. ഞങ്ങളത് ലാഗ് ചെയ്തു. പക്ഷേ 24 ഞങ്ങൾ എന്താണെന്ന് തീരുമാനിച്ചു, ഇതെങ്ങനെയാണ് നടപ്പാക്കുന്നത് ചോദിച്ചു. അങ്ങനെയാണ് നമ്മൾ മറ്റു തരത്തിൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ഈ സ്ത്രീകളെ കൊണ്ട് ലോൺ എടുപ്പിച്ചു. ഇവരെ JLGകളായിട്ട് രൂപീകരിച്ചു. JLG എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ് എന്ന് പറയും. അത്ര ഗ്രൂപ്പുകളാക്കി. ആ ഗ്രൂപ്പിനെ ഞങ്ങളുടെ മണ്ണർകാട് പഞ്ചായത്ത് വരുന്ന സ്ഥലമാണ്. അന്ന് പാമ്പാടി ബ്ലോക്കിൽപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് പാമ്പാടി ബ്ലോക്കിൽ രജിസ്റ്റർ ചെയ്തു. ഈ JLGകൾക്ക് നമ്മൾ കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്ന് ലോൺ അവൈലബിൾ ആക്കി. 1,20,000 വെച്ച് ആദ്യം ലോൺ എടുത്തു. അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് ഇവർക്ക് ഓരോ സ്റ്റാളിനും 1,86,000 രൂപയുടെ സബ്സിഡി തന്നു, ഒരു ഗ്രാൻഡ് തന്നു.
അങ്ങനെ അപ്പം നമ്മൾ അതെല്ലാം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. സ്റ്റീൽ കൊണ്ടുള്ള കാട്ടാണ് എല്ലാം വെച്ചിരിക്കുന്നത്. അതിൻ്റെ അത് ഉപയോഗിക്കുന്ന പാത്രങ്ങൾക്ക് മാത്രം 70,000 റുപ്പീസാണ് ഒരു പാത്രം, ഒരു സ്റ്റാളിലെ പാത്രങ്ങൾ. കാരണം 305 ഗ്രേഡ് ഫുഡ് ഗ്രേഡ് പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്, സ്റ്റീൽ സ്പൂൺ ഉൾപ്പെടെ. നിങ്ങൾ 3 സ്റ്റാർ ഹോട്ടലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന സ്പൂണാണ് നമ്മളിവിടെ കൊടുക്കുന്നത്, നല്ല കട്ടിയുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്, 5 സ്റ്റാർ കാറ്റഗറി. അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യയിലെ ആദ്യത്തേതെന്ന് വേണേൽ വിശേഷിപ്പിക്കാം. 5 സ്റ്റാർ ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് വേണം നമ്മളിവിടെ കുറേയധികം സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്തു. ഒന്ന് സോഷ്യൽ സസ്റ്റൈനബിലിറ്റിയാണ്, ഒന്ന് ആ പ്രദേശത്തിൻ്റെ മുഖച്ഛായ മാറിപ്പോയി, അവിടുത്തെ ആളുകളുടെ സാംസ്കാരിക നിലവാരം മാറിപ്പോയി. വേറൊരു തലത്തിൽ അത് എൻജോയ് ചെയ്യുന്നു. പ്രായമുള്ളവരെ കൊണ്ട് അവിടെ ഒറ്റയ്ക്ക് ഇരുത്തുന്നു, അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് കടക്കാരോട് പറഞ്ഞേച്ച് പോകുന്നു, വൈകുന്നേരം വരത്ത്. അപ്പോൾ അവർക്കൊരു എൻഗേജ്മെൻറ്റ് കൊടുക്കുന്നു, ഒരു ജീറിയാട്രിക് കെയർ കൊടുക്കുന്നു. അങ്ങനെ പിന്നെ ഭാര്യയും ഭർത്താവും കൂടെ അവിടെ വന്നിരുന്ന് ദീർഘനേരം സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ തീർക്കുന്നു. മനസ്സിലായി, പലതരത്തിലുള്ള കാമുകികാമന്മാർ വരുന്നു. ഇതൊക്കെ എല്ലാത്തിനുള്ളൊരു സ്പേസ് ആയി ഇത് മാറി എന്നുള്ളതാണ്. മനസ്സിലായി. ഇത് പോസിറ്റീവായിട്ട് എൻഗേജ്മെൻറ്റ് നടത്താനായിട്ടുള്ള ഒരു സ്ഥലമായി നമ്മളിതിനെ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്നതിൻ്റെ അത് 24 ഫാമിലികളാണ്, 24 സ്ത്രീകളാണ് അതിൻ്റെ അത് കടകൾ, 12 കടകൾ, 2 സ്ത്രീകൾ വെച്ച്. ഇവരുടെ വീടുകളിലെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ വളരെ ഡിഫറൻ്റായി മാറി. എന്ന് വെച്ചാൽ അവർ മക്കളൊക്കെ നല്ല നിലയിലെത്തി, അവരുടെ വിദ്യാഭ്യാസം അവർക്ക് നല്ല നിലയിൽ കൊടുക്കാൻ പറ്റി, മക്കളെ നല്ല നിലയിൽ കെട്ടിക്കാൻ പറ്റി, കല്യാണം കഴിപ്പിക്കാൻ പറ്റി, അവരുടെ വീടുകൾക്ക് മാറ്റാൻ പറ്റി. ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഇവർ പല ചാനലിൽ പറയുന്നുണ്ട്. രണ്ടാമത് ഇത് സസ്റ്റൈനബിളായി മെക്കാനിസം. ഇവർക്ക് റവന്യൂ ഉള്ളതുകൊണ്ട് ഇവരാണ് അവിടെ പരിപാലിക്കുന്നത്, ഇവരാണ് വൃത്തിയാക്കുന്നത്, ഇവരാണ് അവിടെ ഏതെങ്കിലും സാമൂഹ്യവിരുദ്ധ കാര്യങ്ങളുണ്ടായി തടയുന്നത്. അപ്പം അത് റവന്യൂ ഉള്ളതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അവരുടെ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ആ പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മെക്കാനിസം സസ്റ്റൈനബിളായി. മനസ്സിലായി. അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഗുണം എന്ന് പറയുന്നത്. കാരണം പാർട്ടിസിപ്പേറ്ററി ആയാൽ മാത്രമേ ഒരു പ്രോസസ്സ് സസ്റ്റൈനബിൾ ആകത്തുള്ളൂ. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേറ്ററി ആകുന്നതനുസരിച്ച് ഓരോ പ്രോസസ്സിനും സസ്റ്റൈനബിലിറ്റിയുടെ. സോ ഇപ്പം നമ്മൾ കണ്ട ആക്ടിവിറ്റീസ് എല്ലാം ടൈസിന്റെ പലതരത്തിലുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ സൊസൈറ്റിയിൽ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതുപോലത്തെ കൂടുതൽ ഓർഗനൈസേഷൻസ് നമ്മുടെ സൊസൈറ്റിയിൽ ആവശ്യമുള്ളതാണ്. അപ്പം ഇത്തരം പ്രോജക്റ്റ് ടൈസ് പോലത്തെ ഓർഗനൈസേഷൻ നടത്തുന്ന സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോജക്ട്സ് നമ്മുടെ കോളേജുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കൂടുതൽ ശ്രമിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.